നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിൻ്റെ ടൈപ്സ് നോക്കാം. സോ ഫസ്റ്റ് വൺ കൺവീനിയൻസ് സാമ്പിളിംഗ് ആണ്. സോ ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് സെലക്ട് ചെയ്യുന്നതിനാണ് കൺവീനിയൻസ് സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ സ്വന്തം ക്ലാസ്സിലെ കുട്ടികളെ സർവേ ചെയ്യുക. പർപ്പസി സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളാണെങ്കിൽ ഒരു സ്പെസിഫിക് പർപ്പസ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സിന് വേണ്ടിയിട്ട് ആ പാർട്ടിസിപ്പൻസിനെ അതനുസരിച്ച് സെലക്ട് ചെയ്യുന്നതിനെയാണ് അത് പറയുന്നത്. തേർഡ് വൺ ക്വാട്ട സാമ്പിളിംഗ്. ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത് നമ്മളൊരു ഫിക്സഡ് ക്വാട്ട, ഒരു ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സിൻ്റെ ഒരു ഫിക്സഡ് ക്വാട്ട എടുത്തിട്ട് സാമ്പിൾ സെലക്ട് ചെയ്യുന്നതിനെയാണ് ക്വാട്ട സാമ്പിളിംഗ് എന്ന് പറയുന്നത്. ഒരു ഫിക്സ്ഡ് ക്വാട്ടയായിരിക്കും അതിനകത്ത് ഉണ്ടാവുക എന്ന് പറയുന്നത്, ഒരു ഫിക്സ്ഡ് സാമ്പിൾ ഓർ ക്വാട്ട. പിന്നെ ഫോർത്ത് വൺ എന്ന് പറയുന്നത് സ്നോബോൾ സാമ്പിളിംഗ് ആണ്. അപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസ്, അതായത് നമ്മൾ ഒരാളെ തിരഞ്ഞെടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ആൾ വേറൊരാളെ റെഫർ ചെയ്യും. അങ്ങനെ നമുക്ക് കുറച്ച് സാമ്പിൾസ് കിട്ടുന്നു. അതിനെയാണ് ഇപ്പോൾ ഒരു മൈഗ്രൻ്റ് ലേബറിനെ എടുത്തു, ആ ആൾ വേറൊരു മൈഗ്രൻറ്റിനെ നമുക്ക് റെഫർ ചെയ്ത് തരുന്നു. അതാണ് സ്നോബോൾ സാമ്പിളിംഗ്.